വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് യൂറോപ്പിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഈ റഷ്യ ഉക്രൈൻ വാർ ഇപ്പം നിൽക്കും നാളെ നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫോക്കസ് ആണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ആ വിഷയം എന്ന് പറഞ്ഞാൽ കൊളനൈസേഷൻ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രിട്ടീഷ് നമ്മളെ ഭരിച്ചിരുന്ന സമയം അത് തന്നെ ഇപ്പൊ വേറെ രൂപത്തിലാണ്. കാരണം ഇപ്പൊ മോഡേൺ ഏജ് ആണ്. കാര്യം നമുക്കിപ്പോ മോഡേൺ ഏജിൽ നമുക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ ആധിപത്യം ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചില ഡ്രാമ നാടകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കോളനി വൽക്കരിക്കലൊക്കെ അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അതൊക്കെ മോഡേൺ ഡേയ്സിൽ നിയോ കോളനൈസേഷൻ എന്നുള്ള പേരിലൊക്കെ നടപ്പിലാക്കുകയാണ്. ഇപ്പൊ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു നിയോ കോളനൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ രീതിയിൽ വിളിക്കാൻ പറ്റത്തില്ല എന്നില്ല. കാര്യം അതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉക്രൈനെ അനുകൂലിച്ച് വാർത്ത എഴുതുന്ന പത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉക്രൈന്റെ നിലപാടുകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന പത്രങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സമഗ്രമായി നമ്മൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ട 2-3 വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ആ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കാം, ഇമ്മാനുവൽ മാക്രോൺ 2 ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസ് വാഷിംഗ്ടൺ DC സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിച്ച സമയത്ത് ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലായിരുന്നു, അത്ര എളുപ്പത്തിൽ അത്ര സ്മൂത്ത് ആയിട്ട് നടന്ന ഒരു മീറ്റിംഗ് അല്ല, ഒരു കൂടിക്കാഴ്ച അല്ല എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ അതിന്റെ വിയോജിപ്പാണ് ഓവൽ ഓഫീസിൽ മാക്രോണും ട്രംപും ഒരുമിച്ചിരുന്ന് ഈ മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആ ഒരു വിയോജിപ്പ് ഓവൽ ഓഫീസിന്റെ ആ ഒരു പത്രസമ്മേളനം നടക്കുന്ന ആ സ്പോട്ടിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഇമ്മാനുവൽ മാക്രോണിന് ഉക്രൈനുമായിട്ട് അത്രയും സ്നേഹമുണ്ടോ? ഉക്രൈന്റെ ജനങ്ങളുമായിട്ട് അത്രയും പ്രതിബദ്ധതയോ? ഉക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രതിബദ്ധതയുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണോ ഇത്രയും 3 വർഷത്തോളം റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് കമാന്നൊരു അക്ഷരം ഇണ്ടാതെ ഫ്രാൻസിൽ കതവും പൂട്ടിയിരുന്നത്? ഇപ്പൊ അമേരിക്ക ജസ്റ്റ് പിന്തിരിഞ്ഞപ്പോഴാണോ മാക്രോണിന് ഉക്രൈൻ സ്നേഹം വന്നത്? അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പൊ മാക്രോണിന് എന്താണ് വേണ്ടത്? മാക്രോൺ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിനെ കുറിച്ചാണ്, എന്താണ് മാക്രോണിന് വേണ്ടത്, മാക്രോണിന് ഉക്രൈനുമായിട്ടുള്ള താല്പര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാക്രോൺ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് തന്നെ കീർ സ്റ്റാർമർ അറിയാമല്ലോ, UK പ്രൈം മിനിസ്റ്റർ ഇന്നലെ ഇതേപോലെ തന്നെ വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചർച്ചകൾ നടത്തി. രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഉക്രൈനില് സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തണം എന്നാണ് പുള്ളി ചോദിച്ചത്. അതായത് നിങ്ങൾ അവിടെ മിനറൽ ഡീലോ, നിങ്ങൾ അവിടെ എന്ത് മൈനിങ് ഡീലോ, എന്ത് ഡീലും ആയിക്കോട്ടെ, യുദ്ധം നിർത്തുവോ, നിങ്ങൾ ഉക്രൈനുമായിട്ടോ അല്ലെങ്കിൽ റഷ്യയുമായിട്ടോ ഏത് ഡീലും നിങ്ങൾ വെച്ചോ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഉക്രൈന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞത്. അത് ആ സ്പോട്ടിൽ തന്നെ ട്രംപ് തള്ളുകയാണ് ചെയ്തത്. ട്രംപ് തള്ളിയത് എന്താണെന്ന് വെച്ചാല്, ഉക്രൈൻ യൂറോപ്പിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ്, യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിന്റെ ചുറ്റും കിടക്കുന്നത്. പിന്നെ അതിന് അമേരിക്ക എന്തിനാണ് പൈസ മുടക്കി അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുന്നത് ഉക്രൈന്? പക്ഷെ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. കാരണം അമേരിക്കയ്ക്ക് മിനറൽ വേണം, അമേരിക്ക അവിടെ മിനറൽ കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം സ്മൂത്ത് ആയിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു മിനറൽ ഡീൽ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഡീലിംഗ് നടക്കുന്ന സ്ഥലമെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്ക അവര് ഇറങ്ങിക്കോളും. പക്ഷെ അല്ലാത്ത പക്ഷം ഒരിക്കലും ഉക്രൈന് ഒരു സെക്യൂരിറ്റി സപ്പോർട്ട് കൊടുക്കില്ല. ആ രീതിയിൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഈ മാക്രോൺ പോയി ഒരു കാര്യത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. അത് സംഭവം വേറെ ഒന്നുമില്ല. ഫ്രൈഡേ ഇന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് വൈറ്റ് ഹൗസ് സന്ദർശിക്കും. അമേരിക്കയില് വൈറ്റ് ഹൗസ് സന്ദർശിക്കും. ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിനറൽ ഡീലാണ് ഫുൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് പറഞ്ഞത് വൈറ്റ് ഹൗസിൽ എല്ലാവരുമായിട്ട് ഓവൽ ഓഫീസിൽ പല ആൾക്കാർക്കും നല്ല പരിചയമുള്ള ഒരു ഫേസ് ആണ് സെലൻസ്കി എന്നാണ്. കാരണം അത്രമാത്രം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീക്വന്റ് ആയിട്ട്. ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് ഹൗസ് സന്ദർശിച്ച ഒരു വ്യക്തിയാണ് വ്ളാഡിമിർ സെലൻസ്കി. അത്രമാത്രം ഫെമിലിയാരിറ്റി അവിടെ ഓവൽ ഓഫീസിലുള്ള പല സ്റ്റാഫുകൾക്കും തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു വിധത്തിൽ അപ്രിസിയേഷനും, പക്ഷെ അതേസമയം അത് മോക്കിങ്ങും കൂടെയാണ്. കാര്യം വേറെ ഒന്നല്ല, എപ്പോഴും ഇവിടെ വന്ന് ബൈഡനെ കണ്ട് പൈസയും മേടിച്ച് അതിനകത്ത് ഒരു ക്ലെയിമും കൂടെ ഉണ്ട്, US ബില്യൺ കണക്കിൽ ഡോളർ ഉക്രൈന് കൊടുത്തിട്ട് അതിന് പകുതി കാണാതെ പോയി എന്നുള്ളൊരു എലിഗേഷനും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയുകയുണ്ടായി. അപ്പൊ അത് ഒരു സൈഡിൽ ഇച്ചിരി പുകഴ്ത്തി പറയുന്ന പോലെ അയാളെ കളിയാക്കിയതാണ്. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും, അത് ഉറപ്പാണ്. സെലൻസ്കി ഒരു തീരുമാനം അത്ര ബോൾഡായിട്ട് എടുക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാളെ പുള്ളി പത്രസമ്മേളനം കൊടുക്കും. വളരെ പെർഫെക്റ്റ് ആയിട്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കും ട്രംപിന്റെ അടുത്ത് നിന്ന് സെലൻസ്കി സംസാരിക്കാൻ പോകുന്നത്. ഇത് ഉറപ്പുള്ള കാര്യമാണ്.
സെലൻസ്കിക്ക് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനു വേണ്ടി സംസാരിക്കുന്ന ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ്, ഒരു നിലപാട് പോലും ട്രംപിന്റെ മുന്നിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാരണം ആ രീതിയിലാണ് ഞാൻ വാച്ച് ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളിലും സെലൻസ്കി ബിഹേവ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഇപ്പോഴത്തെ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പരിധികളും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആഗോളതരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അതേസമയം ഇപ്പം ട്രംപ് കാണിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീ ഗ്ലോബലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഞാൻ താരിഫിന് പകരം താരിഫ്, എനിക്ക് വേണം എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഞാൻ ഓക്കെ പറയും, വേണ്ട എന്ന് പറഞ്ഞ രാജ്യങ്ങളെ മാറ്റി നിർത്തും. പകരം ഗ്ലോബലൈസേഷനിൽ ഇങ്ങനെ മാറ്റി നിർത്തലൊന്നുമില്ല. പക്ഷെ ഇതേ സമയം ഡീ ഗ്ലോബലൈസേഷൻ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതുപോലെ ട്രേഡ് പോളിസീസ്, ട്രേഡ് എഗ്രിമെന്റ്, ഇതിനൊന്നും യാതൊരു വാല്യൂവും കൽപ്പിക്കാതെ എനിക്ക് എവിടെ നിന്ന് സാധനം കുറച്ച് കിട്ടുന്നു അവിടെ ഞാൻ മേടിക്കും, ആ രീതിയിലുള്ള ഒരു ഡീ ഗ്ലോബലൈസേഷൻ ഫോളോ ചെയ്ത് പോകുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി ഈ ഒരു യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇറ്റലിയാണ്. ഇറ്റലി ഈ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ നിലപാടുകളോടൊക്കെ ഇച്ചിരി വിയോജിപ്പാണ് കാണിക്കുന്നത്. ഇറ്റാലിയിലെ ഭരണാധികാരി ജോർജിയ മെലോണി അവര് റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അവരത് തുറന്നു പറയുകയും അത് പറഞ്ഞിട്ട് തന്നെയാണ് വോട്ട് മേടിച്ചതും വിജയിച്ചതും അവർ ഭരണാധികാരിയായി അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ US-നോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവർ ആ രീതിയിലാണ് ഇപ്പോഴും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ യൂറോപ്യൻ യൂണിയനോടൊപ്പം നിൽക്കുകയും അതേസമയം അവരുടെ വ്യക്തിപരമായ ആ രാജ്യത്തിന്റെ നിലപാട് അമേരിക്കയോടൊപ്പമാണ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മാക്രോൺ അമേരിക്ക സന്ദർശനം നടത്തുന്നതിന് മുൻകൂട്ടി യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയും റഷ്യയും തമ്മിൽ അവരുടെ നിലപാട് കുറച്ചുകൂടെ മയപ്പെടുത്തി അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബോണ്ടിങ് ശക്തമാക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇവിടെ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്പിന് വേണ്ടതായിട്ടുള്ള ഒരു ഡിഫൻസ് ഫോഴ്സ് EDF, യൂറോപ്യൻ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ ഒരു ആശയമല്ല. ഇത് 2018 ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ നേതൃത്വം വഹിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ആശയം അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാകാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് അവിടെ നാറ്റോ ഉണ്ട്, പിന്നെ കാലാകാലങ്ങളായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. അവിടെയുള്ള പല മിഷനറീസ് ആയിക്കോട്ടെ, അവിടുത്തെ എക്യുപ്മെന്റ്സ്, അവിടുത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ അമേരിക്ക സപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നാറ്റോ തൊട്ടപ്പുറത്ത് ഈ നാറ്റോ അലയൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ആർമി അല്ലെങ്കിൽ അഥവാ യൂറോപ്പിന് ഒരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നാറ്റോയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലോ, അതുപോലെ തന്നെ അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ കുറയാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് ഇനിയിപ്പോ ഒരു ഡിഫൻസ് ഫോഴ്സിനെ ഉണ്ടാക്കണ്ട എന്ന് ഇവർ നീട്ടി വെച്ച് കൊണ്ടുപോയത്. പക്ഷെ ഓരോ രാജ്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സ് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ യൂറോപ്പിന് അത് കുറച്ച് മന്ദഗതിയിലാണ് മുന്നോട്ട് പോയത്. അതിന് പല കാരണങ്ങളിൽ ഒരു കാരണം ഈ അമേരിക്ക നിരുപാധികം കൊടുത്തുകൊണ്ടിരുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു നാറ്റോ അലയൻസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നാറ്റോയുടെ ഒരു ആർമിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവര് ശരിക്കും യൂറോപ്പ് സേഫ് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയത്. എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ റഷ്യ എതിർക്കാൻ എന്തായാലും അമേരിക്ക ഇടപെടുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ കണ്ണും പൂട്ടി ഈ ഒരു നിലയിൽ മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പൊ അവർക്ക് അതൊരു ഭാരയായി. പെട്ടെന്ന് ഒരു ഡിഫൻസ് ഫോഴ്സ് തട്ടിക്കൂട്ടി ശക്തിപ്പെടുത്താനുള്ള ഒരു ആവശ്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് യൂറോപ്യൻ കൺട്രീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. ഇപ്പൊ അവർ പറയാൻ പോകുന്ന പറഞ്ഞാല് നമ്മൾ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്, യൂറോപ്യൻ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കുന്നത് നാറ്റോയ്ക്ക് എതിരായിട്ടല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിഫൻസ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ നാറ്റോയ്ക്ക് ഒരു ഹെൽപ്പും ആവും. കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായി പ്രവർത്തിക്കാം എന്നുള്ള നിലയിലായിരിക്കും ഇവർ ഇത് ആശയം മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അലയൻസ് ബിൽഡ് കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDF, യൂറോപ്യൻ ഡിഫൻസ് ഫോഴ്സിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടാവും. വളരെ വൈകാതെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഒക്കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ റഷ്യ ഉക്രൈൻ വാർ അതെന്തായാലും നിൽക്കും ഉറപ്പായിട്ട്. 100% ഈ യുദ്ധം അവസാനിക്കാൻ പോവാണ്. അതിനുള്ള തീരുമാനമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിയോ കോളനൈസേഷന് ഉക്രൈനെ വിധേയമാക്കാൻ പോവാണ്. ഈ റെയർ എർത്ത് മിനറൽസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ റെയർ എർത്ത് മിനറൽസ് ഇങ്ങനെ ഇത്രമാത്രം ഉക്രൈനിൽ നിന്ന് കിട്ടാനുള്ളത്? അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടാനുള്ളത് പറഞ്ഞാൽ ലിഥിയമാണ്. ഈ ലിഥിയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 40% വരും. അതായത് യൂറോപ്പിലുള്ള രാജ്യങ്ങളെ മാത്രം കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈനിൽ ഏതാണ്ട് 40% ലിഥിയം ഉക്രൈനിൽ മാത്രമുണ്ട്. ഇതൊക്കെ വേൾഡ് എക്കണോമിക് ഫോറം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. എല്ലാ രാജ്യങ്ങളും ഇതിനെ തന്നെയാണോ ലക്ഷ്യം വെക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ യെസ്, എല്ലാ രാജ്യങ്ങളും പ്രൈമറിലി ലിഥിയമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് ലിഥിയത്തിന്റെ കണക്കൊന്ന് നോക്കും. 3.8% ആണ് വേൾഡ് വൈഡ് കണക്ക് കൂട്ടുമ്പോൾ ഉക്രൈനിലുള്ള ലിഥിയം ശേഖരം.
ഇപ്പൊ ഈ ലിഥിയം ശേഖരം ഈ 3.8%, ഏകദേശം 4% ഉണ്ട്. ഈ 4% ലിഥിയം ആർക്കാണ് വേണ്ടത്? അത് ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് എനിക്കാണ് വേണ്ടതെന്നത്. അവിടെ ആരും കയറി കളിക്കരുത്, അവിടെ എനിക്ക് വേണം, മിനറൽസ് എനിക്കുള്ളതാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു, ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് ശരിക്കും നിയോ കോളനിസം വരുന്നത്. അതിനാണ് നമ്മളിപ്പോ നോക്കുന്നത്. ചിലി എന്ന് പറഞ്ഞ രാജ്യത്തിൽ 9 മില്യൺ ടൺ ഉണ്ട് ലിഥിയം. നമ്പർ 1 ആണ് ലിഥിയം ശേഖരത്തിൽ. അതുപോലെ തന്നെ ചൈനയിൽ 2 മില്യൺ ടൺ ഉണ്ട് ലിഥിയം. അതുപോലെ അമേരിക്കയിൽ 1 മില്യൺ ടൺ ഉണ്ട് ലിഥിയം. ഇതിനകത്ത് നമ്മൾ ലിഥിയം ഡെപ്പോസിറ്ററി റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചിലി, ഓസ്ട്രേലിയ, അർജന്റീന, ചൈന, അമേരിക്ക, ബ്രസീൽ, ഇങ്ങനെ കുറെ രാജ്യങ്ങളിൽ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് താഴെ ഇരിക്കുന്ന ഒരു അമേരിക്ക, ചൈനയ്ക്ക് 2 മില്യൺ ടൺ ഉണ്ട് ചൈനയ്ക്ക് ലിഥിയം ശേഖരം. പക്ഷെ അമേരിക്കയ്ക്ക് 1 മില്യൺ ടൺ ആണുള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും ലിഥിയം ശേഖരം കൂട്ടി ഈ റയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അമേരിക്കയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഇപ്പൊ ഏതാണ്ട് ഗ്ലോബലി തന്നെ 7% ആണ് ലിഥിയം ശേഖരം അമേരിക്കയിലുള്ളത്. അതെങ്ങനെയും 10% മുകളിലോ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും ഇപ്പൊ അമേരിക്ക ലക്ഷ്യമിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ റീജിയനിലായിക്കോട്ടെ, ഏഷ്യൻ സൈഡിലായിക്കോട്ടെ, അതുപോലെ തന്നെ യൂറോപ്പ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഇപ്പം റഷ്യന്റെ ഉള്ളിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഒരു മൈനിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതോടൊപ്പം ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരാനാണ് ഇപ്പൊ ട്രംപ് ശ്രമിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് നല്ലതാണ്, ശരിയാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളെ ഇങ്ങനെ കോളനി വൽക്കരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, 2ാം വേൾഡ് വാർ ടൈമിൽ ആഫ്രിക്കൻ റീജിയനിൽ എന്തായിരുന്നു, പല ഏരിയാസ് ഇങ്ങനെ ഭാഗം വെച്ച് പല ആൾക്കാരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഗോൾഡ് മൈനിങ് ഒക്കെ പല രീതിയിലാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ കോളനി വൽക്കരിക്കപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉക്രൈനെ മോഡേൺ ഏജിൽ ഒരു നിയോ കോളനൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണ് മാക്രോന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. മാക്രോൺ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മാക്രോൺ അമേരിക്കയിലേക്ക് പോയിട്ട് വന്നു, ട്രംപുമായിട്ട് സംസാരിച്ചു, വളരെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളും, അതായത് യൂറോപ്യൻ യൂണിയനും ഫ്രാൻസ് ഉൾപ്പെടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് ഉക്രൈന്, ലോൺ അടിസ്ഥാനത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് പൈസ, ഡയറക്റ്റ് മണിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതായത് യുദ്ധസമയത്ത് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പൊ റഷ്യയോട് ചേർന്നിട്ട് അവിടെ മൈനിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഞങ്ങൾക്കും മൈനിങ് റൈറ്റ്സ് വേണമെന്നാണ് ഇപ്പം മാക്രോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാക്രോണും ഫ്രാൻസ് ചെലവാക്കിയ പൈസയ്ക്ക്, അഥവാ യൂറോപ്യൻ യൂണിയൻ ചെലവാക്കിയ പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് വേണമെന്നാണ് മാക്രോൺ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഉക്രൈന് ഫ്രീ ആക്കണമെന്നോ അല്ലെങ്കിൽ ഉക്രൈനിലെ സ്ഥലം കയറി പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വിട്ടുകൊടുക്കണമെന്നോ നിലപാടൊന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അമേരിക്ക റഷ്യയുമായിട്ട് ജോയിന്റ് വെഞ്ചറിലോട്ട് പോകുന്ന പ്രശ്നമാണുള്ളത്, അല്ലാതെ ഉക്രൈന്റെ സ്ഥലം പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പൊ റഷ്യ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അത് ഉക്രൈനിലെ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ മൊത്തം തന്നെയും യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് റഷ്യയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് ഓൾറെഡി തന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്ത് ഒരു റിവോക്കും ഇല്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് റഷ്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താണ് ഇവിടെ ഉക്രൈൻ ചെയ്യാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിയുള്ള മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിനാണ് ഇന്ന് സെലൻസ്കി വൈറ്റ് ഹൗസിൽ പോയിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോ കുറച്ച് ഭാഗം ഉക്രൈനിൽ ഫ്രാൻസ് ഉദ്ദേശിക്കുന്നുണ്ട്, ഇനി കുറച്ച് ഭാഗം ജർമ്മനി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജർമ്മനിയും കുറച്ച് ഉദ്ദേശിക്കുമായിരിക്കും. എനിക്ക് കുറച്ച് നടുക്കുള്ള കുറച്ച് ഭാഗം വേണം എന്ന് പറയുമായിരിക്കും. ഇനിയിപ്പോ മറ്റുള്ള രാജ്യങ്ങളൊക്കെ, നാറ്റോ രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് ഞങ്ങൾക്ക് ഈ സൈഡിൽ കുറച്ച് വേണമെന്ന് പറയുമായിരിക്കും. ഇനി യു കെയിലെ സ്റ്റാർമർ വന്നിട്ട് പറയുമായിരിക്കും യു കെക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വിഹിതം ഈ ഒരു സൈഡിൽ വേണമായിരിക്കും. ആ രീതിയിൽ ചോദിക്കുമായിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഉക്രൈനെ ഇപ്പം 4ഉം 5ഉം കഷ്ണങ്ങളായിട്ട് തിരിച്ച് ആൾക്കാർ വീതം വെക്കുന്ന ഒരു ഏർപ്പാടാണ് നടക്കുന്നത്. സെലൻസ്കി വെള്ളിയാഴ്ച ട്രംപിനെ കാണാൻ പോകുന്നു. കാര്യം എന്താണ്? മിനറൽ ഡീല്. അപ്പൊ ഈ മിനറൽ ഡീലിനെ എങ്ങനെ തടയും, അതിന് എന്ത് ചെയ്യാം? മാക്രോന്റെ ഒരു ബുദ്ധിയിൽ വന്ന ഒരു ഐഡിയ ആണ്. സെലൻസ്കിയെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്യൂൺ ചെയ്യാം എന്ന് പലർക്കും മനസ്സിലായതായിട്ടാണ് എനിക്ക് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല, നാറ്റോ മാത്രമല്ല, അമേരിക്കയും കൂടെ ചേർന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത്രയും ആൾക്കാർക്കും സെലൻസ്കിയെ എങ്ങനെ വേണമെങ്കിലും ട്യൂൺ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അയാളുടെ കേപ്പബിലിറ്റി പൊതുവെ എക്സ്പോസ്ഡ് ആയെന്നാണ് തോന്നുന്നത്. കാര്യം ആ രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ സെലൻസ്കി ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലായിരിക്കാനാണ് സാധ്യത. കാരണം ഇപ്പൊ ഫ്രാൻസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് മിനറൽ ഡീലിൽ താല്പര്യമുണ്ട്. അതുപോലെ അമേരിക്ക സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കുന്നില്ല. നിങ്ങൾ യൂറോപ്പിലല്ലേ, അപ്പൊ യൂറോപ്യൻസ് ആണ് അതിന്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തേണ്ടതെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ അതിനെ ഗണ്ണിക്കുന്ന രീതിയിൽ മാക്രോൺ ഒരു അഡീഷണൽ ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ്? മിനറൽ ഡീല് ഫ്രാൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങള് ഉക്രൈന്റെ സെക്യൂരിറ്റിയും കൂടെ ഉറപ്പുവരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ശരിക്കും പറഞ്ഞാല് മാക്രോൺ ഡയറക്ട്ലി തന്നെ ട്രംപിനെ എതിർക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഉക്രൈൻ വിഷയത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിച്ച ട്രംപ് ഉക്രൈനും അമേരിക്കയുമായിട്ടുള്ള ഡീലിംഗ്സിൽ ഞങ്ങൾ ഒരുപാട് പൈസ അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും റിട്ടേൺസ് കിട്ടണ്ടേ? ഇപ്പൊ എല്ലാവർക്കും റിട്ടേൺസ് കിട്ടണം. 10 രൂപ മുടക്കിയിട്ട് ഇപ്പം 10,000 രൂപയ്ക്കുള്ള റിട്ടേൺസ് വേണമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, നാറ്റോ ആയിക്കോട്ടെ, ഇതേപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉക്രൈനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാളും ഫൈറ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഇപ്പൊ ഒറ്റ അടിക്ക് തിരിഞ്ഞിട്ട്
റഷ്യയെക്കാളും ഏറ്റവും വലിയ കടന്നുകയറ്റക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് അവർ നിയോ കോളനൈസേഷൻ. ഇപ്പൊ അടുത്ത് നമ്മൾ നേരെ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ വളരെ അഗ്രസീവായിട്ട് ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ കേസ്ക് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് 90 സ്ക്വയർ കിലോമീറ്റർ ആണ് കയറി പിടിച്ചിരിക്കുന്നത്. ഏകദേശം 100 സ്ക്വയർ കിലോമീറ്റർ. ആ രീതിയിലാണ് ആക്രമണം, അത്ര ശക്തമായിട്ട് ആക്രമണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബറ്റാലിയൻസ് വന്നിട്ട് 100 സ്ക്വയർ കിലോമീറ്റർ ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് കയറി അങ്ങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ രീതിയിൽ ഏതാണ്ട് 64% കേസ്ക് മേഖല ഒറ്റ രാത്രി കൊണ്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ റഷ്യ ഈ ഒരു യുദ്ധം നിർത്തുന്നത് വരെ ശക്തമായി വീണ്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ കയറി പിടിക്കാനുള്ള പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. കേസ്ക് മേഖലയിൽ 64% റഷ്യ കയറി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കീവ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോ ഉക്രൈൻ മാധ്യമം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.